ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇന്ന് പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ഇതിലെടുത്തു പറയേണ്ടത് മാതാവിന് ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങളുടെ മാതാവിന് തൊഴിലിൽ മേന്മയുണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരുടെ മാതാവിന് ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. നിങ്ങളുടെ സ്വന്തം ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉറ്റവരുടെയും ഉടയവരുടെയൊക്കെ സഹായം കൊണ്ട്, അത് ബന്ധുക്കളുടെയൊക്കെ സഹായം കൊണ്ട് മാനസിക വിഷമങ്ങളിൽ നിന്നും ഒക്കെ കരകയറാൻ സാധിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ താങ്ങും തണലുമായിട്ടൊക്കെ ബന്ധുക്കൾ നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ എടുത്തു പറയേണ്ടത് കടബാധ്യതകളൊക്കെ സ്വന്തം തലയിൽ വന്ന് ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇപ്പോൾ കുടുംബ സ്വത്തിലൊക്കെ ഉണ്ടായിരുന്ന കടങ്ങളും കുടുംബത്തിലുണ്ടായിരുന്ന കടങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ വന്ന് ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി കണക്കൂട്ടി വേണം ഈ ബന്ധുക്കളൊക്കെ വരുമ്പോൾ നിൽക്കാനായിട്ട്. നിങ്ങളുടെ കർമ്മരംഗത്തൊക്കെ അനർഹരുടെ സ്വാധീനം നിങ്ങൾക്ക് ദോഷഫലമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ബിസിനസ് ചെയ്യുമ്പോഴൊക്കെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ വാക്ക് കേട്ട് ചിലരെയൊക്കെ നിയമിക്കുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങളുടെ സന്താനങ്ങൾക്കൊക്കെ ഗുണകരമായ സമയമാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് ഉന്നത ജോലി സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാർ സന്താനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമായ സമയമാണ്. ചില ജോലിക്ക് പെട്ടെന്ന് ലഭിക്കാനായിട്ടൊക്കെ അവസരമുള്ളവർക്ക് ലഭിക്കാനായിട്ടൊക്കെ ചില വഴിപാടൊക്കെ ഞാൻ താഴെ പറയുന്നതാണ്. അത് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ആഭരണ യോഗമൊക്കെ കാണുന്ന ഒരു സമയമാണ്. മാർച്ച് അവസാനമൊക്കെ ആകുമ്പോൾ ആഭരണങ്ങൾ ഉള്ളത് മാറ്റി വാങ്ങുകയോ പുതിയത് വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നതാണ് സ്ത്രീജനങ്ങളൊക്കെ. ഇത് ധനയോഗവും കാണുന്നൊരു സമയമാണ് ഈ മാർച്ച് ഏപ്രിൽ മാസം. നിങ്ങൾ ധാരാളം ദീർഘയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു സമയമാണ്. പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലരൊക്കെ പുതുക്കി പണി ചെയ്യുന്നതാണ്. എന്നാൽ എടുത്തു പറയേണ്ടത് എടുത്തുചാട്ടവും പെട്ടെന്നെടുക്കുന്ന തീരുമാനവും നിങ്ങൾക്ക് ദോഷഫലം ചെയ്യും. ഏതൊരു കാര്യവും 1000 വട്ടം ചിന്തിച്ചിട്ട് മാത്രമേ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് അതിൻ്റെ ഉപദേശങ്ങൾ തേടിയിട്ട് മാത്രമേ നിങ്ങൾ ഏതൊരു കാര്യവും തുടങ്ങി വെക്കാവൂ. സന്താനങ്ങളുടെ ഉന്നതി ലക്ഷ്യമാക്കി നിങ്ങൾ പ്രയത്നിക്കുന്നൊരു സമയമാണ്. അവർക്ക് ഉന്നത പദവിയിൽ കിട്ടണം, അല്ലെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ സദാ സമയവും താങ്ങായും തണലായും മാറുന്ന സമയമാണ്. അവരുടെ ഏതിനും നിങ്ങൾ അവരുടെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാനായിട്ട് നിങ്ങൾ സഹായിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഭൂമി, ഭവനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലം അനുകൂലമല്ല. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് കാലം ഒട്ടും അനുകൂലമല്ല. നഷ്ട സാധ്യതയുള്ള സമയമാണ്. പുതിയ കൂട്ടുകെട്ടിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് എതിർപ്പുകളെയൊക്കെ നേരിടുവാനുള്ള തൻ്റെ ഇടം നിങ്ങൾ കാണിക്കുന്ന സമയമാണ്. മറ്റുള്ളവരുടെ ചോദ്യശരങ്ങളുടെ മുന്നിൽ നിങ്ങൾ അടിപതറാതെ നെഞ്ചുവിരിച്ച് നിന്ന് അതിനെ എതിർക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാകുന്നതാണ്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അന്യ സ്ത്രീകളോട്, പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്രക്കായ പുരുഷന്മാർ അന്യ സ്ത്രീകളോട് അടുപ്പം കാണിക്കുന്ന അല്ലെങ്കിൽ അടുപ്പം കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചില്ലറ വിള്ളലുകളൊക്കെ വീഴ്ത്താനുള്ള സാധ്യതയായിട്ട് മാറുന്നതാണ്. മാതാവിൻ്റെ രോഗത്തിന് ശമനമുണ്ടാവുന്ന സമയമാണ് ഈ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ. വിദേശ ജോലിക്ക് ചിലർക്കൊക്കെ യോഗം കാണുന്നുണ്ട്. കോടതി കേസുകളിലൊക്കെ നിങ്ങൾക്ക് അനുകൂല വിധിയാവും. ഈ ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ അനുകൂല വിധി ഉണ്ടാകുന്നതാണ്. ചില കാർത്തിക നക്ഷത്രക്കാർ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ മറ്റുള്ളവരിൽ നിന്നും അകാരണമായിട്ട് എതിർപ്പുകൾ നേരിടേണ്ട സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ
നിരപരാധിത്വം നിങ്ങൾക്ക് തെളിയിക്കാനൊന്നും സാധിക്കുകയില്ല. പല അപവാദങ്ങളിലും നിങ്ങൾ ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അമ്മയുടെയൊക്കെ ആരോഗ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ധനപരമായിട്ടും ജോലിയുമായിട്ട് ബന്ധപ്പെട്ടും കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. എന്നാൽ മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ മാനഹാനികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിപ്പോവുക. അതുപോലെ തന്നെ സന്താനങ്ങളുടെ ജോലി കിട്ടാനുള്ള ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സന്താനങ്ങളുള്ളവർക്ക്, അവർക്ക് ആ ജോലി ലഭിക്കാനായിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നോണം നിങ്ങൾ വെള്ളിയാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ഒക്കെ ദേവീ ക്ഷേത്രം ദർശിക്കുന്നത് നല്ലതാണ്. ദേവീ പ്രീതിക്കായിട്ട് വെളുത്ത പായസം നൽകുക, വെളുത്ത പുഷ്പങ്ങൾ നൽകുക, ഉടയാട നൽകുക, താലി നൽകുക, പാലഭിഷേകം നടത്തുക, കരിക്ക് വെള്ളത്താൽ അഭിഷേകം നടത്തുക, കളഭം ചാർത്ത് നടത്തുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. ഏറ്റവും നല്ലത് വെളുത്ത പുഷ്പവും വെളുത്ത പായസവും നൽകുന്നതാണ് ദേവിക്ക്. പറ്റുമെങ്കിൽ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ അതെങ്കിൽ വെള്ളിയാഴ്ചയാണെങ്കിൽ ഭദ്രകാളി ക്ഷേത്രം ദർശിക്കുക, വ്യാഴാഴ്ചയാണെങ്കിൽ ദേവീ ക്ഷേത്രം ദർശിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നവർ, ചോദ്യശരങ്ങളെ നേരിടേണ്ടി വരുന്നവരാണെങ്കിൽ നിങ്ങൾ സ്ഥൂലനി മന്ത്രാർച്ചന എല്ലാ വെള്ളിയാഴ്ചയിലും ഒരു 6 വെള്ളിയാഴ്ചകളിൽ നടത്തുന്നത്, അല്ലെങ്കിൽ 21 വെള്ളിയാഴ്ച നടത്തുന്നതൊക്കെ നല്ലതായിരിക്കും. അങ്ങനെയൊക്കെ നടത്തിയാൽ മാനസിക സംഘർഷങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുവിധം രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഒരുവിധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം മാറിക്കിട്ടി പൊതുവെ സുഖകരമായൊരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ശ്രമിച്ച് ദേവിയുടെ പാദത്തിൽ അഭയം പ്രാപിക്കുകയാണെങ്കിൽ ബാക്കി അമ്മ നോക്കിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.